أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولتلاميذنا ولمصنف الكتاب ولشراحه ولجميع المسلمين والمسلمات. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما إنك أنت العليم الحكيم. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ സെർഫിനെ പറ്റി പറഞ്ഞു. സെർഫ് എന്ന് പറഞ്ഞാൽ പൊന്ന് വെള്ളി അത് പരസ്പരം കച്ചവടം ചെയ്യുന്നത് റിബവിയിൽപ്പെട്ടതാണല്ലോ. ആ റിബവിയിൽപ്പെട്ട സാധനത്തെ കച്ചവടം ചെയ്യാൻ ചില ഷർത്തുകളുണ്ട്. ഇതാണ് യദംബി യഥാവണം എന്നൊരു ഷർത്താണ്. യദംബി അത് റൊക്കമായിരിക്കണം. ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ രണ്ടുമോ കളവായാൽ ഉണ്ടാവില്ല, കച്ചവടം ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിലെ ഒരു വിഷയം. അതുപോലെ വേറെ ഷർത്തുകളുണ്ട്. ആട്ടെ, ഖൗലില്ലാഹി തആല. അപ്പോൾ ബാബുൽ ഖുറൂജി ഫി തിജാറത്തി, കച്ചവടത്തിന് വേണ്ടി പുറത്തു പോകല, കച്ചവടത്തിന് വേണ്ടി പുറപ്പെടുക. അപ്പോൾ തിജാറത്ത് ഫീ ലിത്തഅലീലാണ്, കച്ചവടത്തിന് വേണ്ടി, കച്ചവടത്തിൽ പുറപ്പെടില്ല, കച്ചവടത്തിന് വേണ്ടി പുറത്തു പോവാം. ഖൗലില്ലാഹി തആല, അല്ലാഹു തആല പറഞ്ഞല്ലോ, ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഭൂമിയിലാണ് പരന്നൊഴുകിക്കൊള്ളി, എന്നിട്ട് ഒബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അള്ളാഹുവിൻ്റെ ഫദ്ലിൽ നിങ്ങൾ തേടിക്കൊള്ളി, കിട്ടും. അപ്പം അത് കച്ചവടം, തൊഴിൽ, ജോലിയൊക്കെ പെട്ട്, അപ്പം അതിന് വേണ്ടിയിട്ട് ഭൂമിയിൽ പരതിക്കൊള്ളണമെന്നല്ലേ. അപ്പോൾ എവിടെയും പോകാലോ. അതിനകത്ത് ഇദ്ഹബൂ ഫീ കുല്ലി മക്കാനിൻ വത്ലുബൂ റിസ്ക മിനല്ലാഹി അസ്സ വജല്ല എന്നല്ലേ. എല്ലാ സ്ഥലത്തും പോകാൻ, അല്ലെങ്കിൽ ഗൾഫിലും അതുപോലെ മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നത് കച്ചവടത്തിനും മറ്റു കാര്യങ്ങൾക്കും പോകുന്നുണ്ടല്ലോ. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എവിടെ പോയിട്ട് വത്ലുബൂ റിസ്ക മിനല്ലാഹി തആല, ചോദിക്കുന്ന റിസ്ക് ചോദിക്കുന്ന അള്ളാഹുവിനോട് തന്നെയാണ്. അള്ളാഹു തന്നെയാണ് തരുന്നത്. വേറെ അഡ്രസ്സൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് തന്നെയാണ്. അപ്പം കച്ചവടത്തിനായിട്ട് പുറത്തു പോകാമോ എന്നുള്ളതിൻ്റെ തെളിവ് ആദ്യത്തെ ആയത്ത് തന്നെയാണ്. ഫന്തശിറൂഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, ഭൂമി എന്നോടത്തും പറഞ്ഞിട്ടില്ല, എന്നോടത്തും പോവാം എന്നാണ്. 2062 ഹദീസ്. ഹദ്ദസനാ മുഹമ്മദ് ബിൻ സലാമിൻ അഖ്ബറനാ മുഹമ്മദ് ബിൻ യസീദ أخبرنا ابن جريج قال أخبرني عطاء عن عبيد بن عمير أن أبا موسى الأشعري رضي الله عنه استأذن على عمر بن الخطاب رضي الله عنه فلم يؤذن له وكأنه كان مشغولا، فرجع أبو موسى ففرغ عمر رضي الله عنه وقال ألم أسمع صوت عبد الله بن قيس إذنوا له؟ قيل قد رجع ودعاه وقال كنا نؤمر بذلك، وقال تأتيني على ذلك بالبينة. فانطلق إلى مجلس الأنصار وسألهم وقالوا لا يشهد لك على هذا إلا أصغرنا أبو سعيد الخدري رضي الله عنه. فذهب بأبي سعيد الخدري فقال عمر رضي الله عنه أخفي هذا علي من نبي رسول الله صلى الله عليه وسلم الآن السفق بالأسواق، يعني الخروج إلى تجارة എന്നാണ്. സദഖ റസൂലുള്ളാഹി. അതായത് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ദിവസം ഉമർ ഖത്താബ് ഖലീഫയാണ്. ആ സമയത്ത് ഖലീഫ ദർബാറിലേക്ക് കടന്നു വന്നു. ഉമർ ഖത്താബിനോട് സമ്മതം ചോദിക്കണമല്ലോ. സമ്മതം ചോദിച്ചാൽ സമ്മതം കിട്ടിയാൽ അകത്തേക്ക് കടക്കാൻ പാടുള്ളൂ. അതാണ് ഇസ്ലാമിൻ്റെ മര്യാദ. ആ നിലക്ക് പാറാവുകാരനോട് സമ്മതം ചോദിച്ചു. ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. അബൂ മൂസൻ്റെ പുറത്ത് നിന്ന് പറയും ഉമർ ഖത്താബിനോട് എന്ന് പറയുന്നു. അപ്പോൾ ഇസ്തഅ്ദന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫലം യുഗ്നണ്ടോ. ഇപ്പം തിരക്കാണ്, ഖലീഫക്ക് ഭയങ്കര തിരക്കാണ്, അമീറുൽ മുഅ്മിനീന്. അതുകൊണ്ട് സമയം കിട്ടില്ല, സമയം ഇങ്ങനെ നീണ്ടുപോയി. വകാന്നഹു കാന മശ്ഗൂലൻ, ഉമർ ഖത്താബ് വലിയ ഖലീഫല്ല, അപ്പോൾ മൂപ്പര് എന്താണ് മശ്ഗൂലായിരിക്കാം. അങ്ങനെ ഫറജഅ അബൂ മൂസ ഉമർ, അങ്ങനെ അബൂ മൂസ മടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമർ ഖത്താബ് ജോലിയിൽ നിന്ന് ഫാരിഗായപ്പോൾ ഫഖാൽ,
അലം അസ്മഅ സൗത അബ്ദില്ലാ. അബ്ദുള്ളാന്റെ ശബ്ദമല്ല ഇങ്ങനെ കേട്ടത് എന്ന് പറഞ്ഞാൽ അബൂ മൂസ അശ്ശരി. അബൂ മൂസ അശ്ശരിയുടെ ശബ്ദമല്ല കേട്ടത്. ഞാൻ തിരക്കിലായതുകൊണ്ട് അന്നേരം എനിക്ക് അങ്ങനെ മറുപടി കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് പിന്നെ ഈതനുലഹു അയാളെ വിളിച്ചോളി സമ്മതം കൊടുത്തേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള വലിയ തിരക്കുള്ള വേറെ വിഷയത്തിൽ ഏർപ്പെടുമ്പം ആ വിഷയത്ത് കഴിഞ്ഞിട്ടല്ലേ മറ്റൊരാൾക്ക് ശ്രദ്ധിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് വന്നതാ. അപ്പൊ സമ്മതം കൊടുക്കാൻ ആ വിഷയം കഴിഞ്ഞപ്പോൾ തെരഞ്ഞല്ലോ. ഈ ശബ്ദം കേട്ട തെരഞ്ഞു നോക്കുമ്പോൾ അത് റജ അത് മടങ്ങിപ്പോയിട്ടുണ്ട് എന്നാ മറുപടി കിട്ടിയത്. അതായത് ഇവിടെ വിളിച്ച് നിങ്ങൾ സമ്മതം ചോദിച്ചപ്പോൾ സമ്മതം കൊടുത്തില്ല. അപ്പം എന്താക്കി മുമ്പ് മടങ്ങിപ്പോയി. അപ്പം ഫദഅഹു അദ്ദേഹത്തെ വീണ്ടും വിളിപ്പിച്ചു. ഫഖാൽ വിളിച്ചു ഭർത്താവ് ചോദിച്ചു, നിങ്ങളെന്താ ലേശം നിൽക്കാതെ പോയതെന്താന്ന് ചോദിച്ചു. ഓരോ തിരക്കുണ്ടാവൂലേ? തിരക്കുണ്ടാവാലോ. അങ്ങനെ സബൂറി എന്ന് ലേശം നിൽക്കണ്ടേ എന്നുള്ള അർത്ഥത്തിൽ ചോദിച്ചു. അപ്പം അബൂ മൂസ റളിയല്ലാഹു അൻഹു പറയാണ്, കുന്നാന ഉമറു ബിദാലിക, ഞങ്ങളോട് ഇതുകൊണ്ട് കൽപ്പിക്കപ്പെടുമായിരുന്നു. ഇസ്ലാം നമ്മളോട് കൽപ്പിച്ചല്ലേ, ഖുർആൻ നമ്മളോട് കൽപ്പിച്ചതെന്താ? അത്രേ കൽപ്പിച്ചു. നിങ്ങൾ 3 വട്ടം എന്താക്കണം? സമ്മതം ചോദിക്കണം. സമ്മതം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താക്കാം? മടങ്ങിപ്പോകും. സമ്മതം കിട്ടിയില്ലേ മടങ്ങിപ്പോകുന്നു, അവിടെ തന്നെ നിൽക്കണ്ട എന്നാണ് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടത്. അപ്പോൾ ഉമർ റളിയല്ലാഹു ഇത് ഓർമ്മയില്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്ന് ഓർമ്മയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഓർമ്മയുള്ളതായിട്ടും അറിയില്ല. എങ്ങനെ 3 വട്ടം ചോദിച്ചിട്ട് സമ്മതം കിട്ടില്ലേ മടങ്ങിക്കോളി എന്നൊരു കൽപ്പന ഉണ്ട് എന്നുള്ളത് ഇപ്പം ഉമർ പതിയെ കേൾക്കുക. നമുക്കൊരു അത്ര ഓർമ്മയുള്ളൂ. അപ്പം പക്കാല ഉമർ അബൂ മൂസയോട് പറഞ്ഞു, തീനിയാണ് അതായിരിക്കും ബയ്യന. നിങ്ങളിപ്പോൾ നബിൻ്റെ മേലിൽ ഇങ്ങനെ പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ, നിങ്ങളോട് അങ്ങനെ കൽപ്പിക്കുമായിരുന്നു. അതിന് നിങ്ങൾ തെളിവ് കൊണ്ടുവരണം, ബയ്യനത്തിന് സാക്ഷികളെ കൊണ്ടുവരണം, എങ്കിലേ ഞാൻ നിങ്ങളെ സ്വീകരിക്കൂടെ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ പേര് നടപടി എടുക്കും എന്ന് നിനക്ക് പറഞ്ഞു. വേറെ വിവാഹത്തിൽ കാണാം, അല്ലെങ്കിൽ നിങ്ങളെ മേൽ എന്താക്കും നടപടി എടുക്കും, അതുകൊണ്ട് സത്യം പറഞ്ഞോളണം. കാല തെയ്ത്തീനിയാണ് അതായിരിക്കും ബയ്യന പന്തലക്ക. അങ്ങനെ അബൂ മൂസ തെരഞ്ഞു പോയി. ഇല മജ്ലിസിൽ അൻസാരികളുടെ മജ്ലിസിലൊക്കെ പോയിട്ട് ഫസാലഹും ഓരോട് ചോദിച്ചു, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നോ എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അല്ല, ഇവർ അൻസാർ മജ്ലിസിൽ പോയിട്ട് എനിക്കൊരു ബയ്യനത്തിനെ കിട്ടണം, മുറത്താബിന്റെ അടുക്കൽ ഹാജരാക്കാൻ ആ ബയ്യനത്തിനെ കിട്ടണം എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ലാ യശ്ഹദു ലക അലാ ഹാദാ ഇല്ലാ അസ്ഗറുനാ അബൂ സഈദ് അൽ-ഖുദ്രി റളിയല്ലാഹു അൻഹു. അപ്പൊ അവര് മുറത്താബിനോട് പറയാ, എന്തേ പറഞ്ഞത്? അല്ല, ബയ്യനത്തിനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ മജ്ലിസുൽ അൻസാറിലേക്ക് പോയിട്ട് അവരോട് ചോദിച്ചു, ഞങ്ങൾക്ക് ഒരു ബയ്യനത്ത് വേണം, ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം അവിടെ ഉള്ളവർ പറഞ്ഞു, നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ മനുഷ്യൻ അബൂ സഈദ് അൽ-ഖുദ്രി, മൂപ്പരല്ലാതെ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ അത് സാധിക്കൂല, വേറെ ആർക്കും അത്ര ധൈര്യമില്ല. അബീ സഈദ് അൽ-ഖുദ്രി, അങ്ങനെ മൂപ്പരെയും കൂട്ടിപ്പോയി. ഫഖാല ഉമർ പറഞ്ഞു, അഖബിയ ഹാദാ അലിയ ബിൻ അംർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു. അതായത് ചെറിയ അബൂ സഈദ് അൽ-ഖുദ്രി എന്താക്കിയിട്ടുണ്ട്, പിന്നെ അടുക്കുന്ന ഈ ഹദീസ് കേട്ടിട്ടുണ്ട്. എന്താ കേട്ട ഹദീസ്? ഇത് തന്നെ അബൂ മൂസ അശ്അരി പറഞ്ഞ ഹദീസ് തന്നെ, ഞങ്ങളോട് മടങ്ങാനായിരുന്നു കൽപ്പിച്ചിരുന്നു എന്നാണ്. 3 വട്ടം ചോദിച്ചിട്ട് സമ്മതം ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ മടങ്ങിക്കൊള്ളി എന്നാണ് പറഞ്ഞത് എന്നുള്ളത് ആര് പറഞ്ഞു? അദ്ദേഹം പറഞ്ഞു. ആര്? അബൂ സഈദ് അൽ-ഖുദ്രി പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, പഠിച്ചോനെ, നബിനെ സംബന്ധിച്ചുള്ള ഇത്തരം ഹദീസുകളൊക്കെ ഈ ചെറിയ കുട്ടി പോലും പഠിച്ച് എനിക്കത് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന്. നമ്മൾ നബിൻ്റെ കൂടെ അടുത്ത 2ാം ഖലീഫയാണ്. എല്ലാ നിലക്കും നബിൻ്റെ കൂടെ എല്ലാ കാര്യത്തിലും മുഷാവറ കാര്യത്തിലൊക്കെ ഉള്ള ആളാണ്. എന്നിട്ട് അദ്ദേഹത്തിന് പ്രയാസം തോന്നി. അദ്ദേഹം ഉമർ റളിയല്ലാഹു പറഞ്ഞു,
ഇത് ഉമറിന്റെ മേലിൽ എന്തായിപ്പോയോ, ഹത്തിയായിപ്പോയോ, ഹത്തിയഹാദ അലയ്യ, എൻ്റെ മേലിൽ ഇത് ഹത്തിയായിപ്പോയെന്ന് നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ ഒരു പ്രധാന കാര്യമാണ് ഈ വിഷയം എനിക്കെന്തേ കിട്ടാതായിപ്പോയത് എന്ന്. ഒന്നുമില്ല, നേരത്തെ അബൂ ഹുറൈറ പറഞ്ഞതുപോലെ അൽഹാനി സബ്ഖു, എന്നെ സബ്ക്ക്, അതായത് കച്ചവടം ബിൽ അസ്വാഖി, അങ്ങാടിയിലുള്ള കച്ചവടം എന്നെ ശോലാക്കിയിട്ടുണ്ട്. യാനി അൽ ഖുറൂജ ഇലാ തിജാറ, നമ്മുടെ ബാബറാണല്ലോ തിജാറത്തിന് വേണ്ടി പുറപ്പെടാണ്. അപ്പം നബിൻ്റെ അടുക്കൽ എപ്പോഴും ലാസിമാക്കാതെ തിജാറത്തിന് വേണ്ടി പോവുക എന്നുള്ളത്, ആ കാരണം കൊണ്ട് പല ഇൽമുകളും എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്നാണ് മഹാനവരുകൾ കേന്ദ്രിച്ച് പറഞ്ഞത്. അതാണ് താല്പര്യം. അപ്പൊ അബ്ദുല്ലാഹ് ബിൻ ഖൈസ് എന്നാണ് അബൂ മൂസ തന്നെയാണ്. അബൂ സഈദ് അൽ ഖുദരി സഅദ് ബിൻ മാലിക്, ഇസ്മുഹു സഅദ് ബിൻ മാലിക്കാണ്, മഷ്ഹൂറും ബിസ്മിഹി വ കുന്യതി, രണ്ടുകൊണ്ടും അറിയാം. അബൂ സഈദ് അൽ ഖുദരിയാണ് സഅദ് ബിൻ മാലിക്. അപ്പം സമ്മതം ചോദിച്ചപ്പം സമ്മതം ചോദിക്കണം, ഒരാളുടെ വീട്ടിലേക്കോ ഓഫീസിലേക്കോ കടന്നു ചെല്ലുമ്പോൾ സമ്മതം മുൻകൂട്ടി വാങ്ങിയിട്ടേ കിടക്കാവൂ എന്നുള്ളതാണ് ഇസ്ലാമിന്റെ വിധി. അപ്പം സമ്മതം ചോദിച്ചപ്പം മൂപ്പരെന്താക്കിയതല്ല, കരുതിക്കൂട്ടി ഒഴിവാക്കിയതല്ല, മൂപ്പർക്ക് ഇത് ശ്രദ്ധിക്കാൻ സമയം കിട്ടില്ല എന്നുള്ളതാണ്. ഫകാന്നഹു വജദഹു മശ്ഗൂലൻ ഫറജഅ മൂസ. അങ്ങനെ ഉമർ ഖത്താബ് ജോലിയൊക്കെ കഴിഞ്ഞപ്പം അബൂ മൂസ പുറത്ത് ഒച്ച കേട്ടല്ലോ, മൂപ്പരങ്ങോട്ട് വിളിക്കുന്നതാണ്. അങ്ങനെ അബൂ മൂസനെ സംബന്ധിച്ച് മൂപ്പരപ്പം തന്നെ സമ്മതം ചോദിച്ചിട്ട് കിട്ടായിട്ട് അപ്പം തന്നെ പോയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഋതു അലയ്യ, എവിടെച്ചാ പോയി തിരിച്ച് കുളിച്ചു കൂട്ടി കൊണ്ടാണ്. അങ്ങനെ അബൂ മൂസ റളിയല്ലാഹു അൻഹു വന്ന് ഉമർ ഖത്താബ് ചോദിച്ചു, യാ അബാ മൂസ മാ റദ്ദക് കുന്നാ ഫീ ശുഗ്ലിൻ, ഞങ്ങൾക്ക് പല ഷോലും ഉണ്ടാവില്ലേ, പലരും പല മീറ്റിങ്ങും ഒക്കെ ഉണ്ടാവില്ലേ, നിങ്ങളെന്തേ പെട്ടെന്ന് അങ്ങനെ പോയത് അബൂ മൂസ എന്ന് ചോദിച്ചു. മാ റദ്ദക വഖാല അബൂ മൂസ സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പഠിച്ചത് ഇങ്ങനെയാണ്. അബൂ മൂസ പറയാണ്, നബിൻ്റെ അടുക്കൽ ഞാൻ കേട്ടു പറയുന്നതായിട്ട്, അൽ ഇസ്തിദാന സലാസൻ, സമ്മതം ചോദിക്കൽ 3 വട്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അദ്ഖുലു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അദ്ഖുലു, ഇങ്ങനെ 3 വട്ടം ഉണ്ടാക്കലാണ് സമ്മതം ചോദിക്കും. ഫൈൻ അതിനല്ലക്ക, സമ്മതം തന്നാൽ ഓക്കെ, ഇതിനാണ് ബാക്കി പറഞ്ഞില്ല. ഫൈൻ അതിനല്ലക്ക, സമ്മതം കിട്ടിയാൽ ഓക്കെ, മുന്നോട്ട് പോയിക്കോ. വയില്ല ഫർജി, അല്ല സമ്മതം കിട്ടിയില്ലെങ്കിലോ ഫർജി മടങ്ങി വേഗം കുടിക്കാൻ പോയിക്കോ എന്നല്ലേ കാല ഉമർ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു ഹദീസുള്ളതായിട്ട് മൂപ്പർ കേട്ടില്ല. മൂപ്പർ പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആരാണ് ഉമർ ഖത്താബിനെ സംബന്ധിച്ച് ആരെ പറ്റിയാ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നിങ്ങൾ ഈ പറഞ്ഞത് നിങ്ങൾ തെളിവ് കൊണ്ടുവരണം, സാക്ഷികളെ കൊണ്ടുവരണം. നിങ്ങൾ മാത്രം ഇങ്ങനെ കേട്ടിട്ടെന്ന് പറഞ്ഞാൽ പോരാ എന്ന്. അല്ലെങ്കിൽ ഇല്ല പഴത്തു അങ്ങനെ അല്ലെങ്കിൽ ഞാൻ എന്താക്കും, ഞാൻ നോന്നൊക്കെ ചെയ്യും, ഞാൻ നടപടിയെടുക്കും. അതായത് ആ ഉജാക്ക് അങ്ങനെ വേദനാക്കും എന്നുള്ളത് എനിക്ക് ശിക്ഷ പറഞ്ഞു. അപ്പം അബൂ മൂസ എന്താക്കി, ഇങ്ങനെ കൂടെ പറഞ്ഞുന്നുണ്ട്. ഫഖാല ഉമർ അബീ മൂസ ഇന്നീല മർത്തഹിംക, നിങ്ങളെ ഞാൻ തെറ്റിദ്ധരിച്ചത് കൊണ്ടല്ല തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞത്. ലാകിന്നി ഖശീതു അൻ യതഖബ്ബല നാസു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ ഓരോരുത്തരുടെയും സൗകര്യത്തിന് വേണ്ടി നബീൻ്റെ വാക്കുകൾ ഉപയോഗപ്പെടുത്തി ഓരോരുത്തരും കളവ് കെട്ടുണ്ടാക്കി പറയാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ സാധ്യത ഉണ്ടായത് കൊണ്ടല്ല എന്നും കൂടെ പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അങ്ങനെ മടങ്ങിപ്പോയതാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അബൂ മൂസ പോയപ്പം അൻസാരികൾ ഏറ്റവും ചെറുപ്പക്കാരനായ അബൂ സഈദ് അൽ ഖുദരിനെ കിട്ടുകയും കൂട്ടിക്കൊണ്ട് വരികയും ആ വിഷയത്തിൽ സാക്ഷി ഹാജരാക്കുകയും ചെയ്തിരിക്കുന്ന അതിൻ്റെ പേരിലാണ്. പറയുന്നത് കച്ചവടം, അങ്ങാടിയിലെ കച്ചവടം കൊണ്ട് എനിക്ക് നബിൻ്റെ അടുക്കൽ കൂടുതൽ ഇരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ട ഭാഗമായിട്ടുള്ള ബന്ധം. കച്ചവടം ചെയ്തിരുന്നു, മുറത്താബും കച്ചവടം ചെയ്തിരുന്നു എന്നാണ്. എല്ലാ സാഹബത്തും പല സാഹബത്തും ചെയ്തിരുന്നു, മുറത്താബും ചെയ്തിരുന്നു എന്നുള്ളത് പറയുന്നത്. ഇനി ബാബു തിജാറത്തി ഫിൽ ബഹരി, കാരണം കരയിൽ കച്ചവടം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോണതിനെ കുറിച്ച് പറഞ്ഞു.
ഇനി കടലിലും കച്ചവടം ചെയ്ത് പോകാം, കടലിലും യാത്ര ചെയ്തുകൊണ്ട് കച്ചവടമൊക്കെ ചെയ്യാം. കച്ചവടം ചെയ്യാൻ വേണ്ടി കടലിൽ കൂടെ ആകാശത്തിലൊക്കെ യാത്ര ചെയ്ത് പോകാം. ഇന്നും തിരക്കുള്ള അന്നത്തെ യാത്ര സൗകര്യങ്ങൾ. അതായത് പിന്നെ കടലിൽ യാത്ര ചെയ്യുന്ന അക്കാലത്ത് അപകടകരമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അപകടകരമായ ഒരു യാത്ര ചെയ്തിട്ടൊക്കെ കച്ചവടം ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു സൂചനയും കൂടി അതിലുണ്ട്. അതാണ് കാല മത്തറുൻ ലാ ബഅസ ബിഹി. അങ്ങനെ കടലിൽ യാത്ര ചെയ്ത് കച്ചവടം ചെയ്യുന്നതിനും തിരക്കുകളൊന്നുമില്ല. ഒമാ ദക്കറഹുല്ലാഹു ഫിൽ ഖുർആനി ഇല്ലാ ബിഹഖിൻ. ഖുർആൻ അല്ലാഹു തആല അതിനെ പറഞ്ഞിട്ടുണ്ടല്ലോ, പറയില്ല ഇല്ലാ ബിഹഖിൻ, ഹക്ക് കൊണ്ടല്ലാതെ പറയില്ലല്ലോ. അപ്പം അത് മനുഷ്യർക്ക് ചെയ്യേണ്ടതാണ് എന്നതുകൊണ്ടാണ് അത് പറഞ്ഞത്. എന്നിട്ട് സുമ്മത്തല എന്താ ഖുർആൻ പറഞ്ഞത്? വതറൽ ഫുൽക മവാഖിറ ഫീഹി വലിതബ്തഗൂ മിൻ ഫദ്ലിഹി. ഫുൽക്കിനെ നിങ്ങൾക്ക് കാണാം. മവാഖിറ ഫീഹി, അതിങ്ങനെ കീറി മുറിച്ചിട്ട് കടൽ തിരമാലകളൊക്കെ കീറി മുറിച്ചിട്ടാണല്ലോ ഫുൽക്ക് കപ്പലുകൾ പോവുക. അങ്ങനെ ഒരു സങ്കീർണമായ ഒരു യാത്രയാണ്. വലിതബ്തഗൂ മിൻ ഫദ്ലിഹി, അള്ളാഹിൻ്റെ ഫദ്ലിനെ തേടിയിട്ടാണ് അങ്ങനെ പോകുന്നത്. അതുകൊണ്ട് തിരക്കുകളില്ല എന്നുള്ളതല്ലേ വരുന്നത് സൂറത്തുൻ നഹ്ല്. ഫുൽക്ക് എന്ന് പറഞ്ഞാൽ സുഫിന് എന്നാണ്. തംഖുറു സുഫിനു അരീഹ വലാ തംഖുറു രീഹു മിന സുഫിനി ഇല്ലാ ഫുൽക്കുൽ ഇളാം. വലിയ ഫുൽക്കാണ്. കാരണം അതിങ്ങനെ രീഹിനൊക്കെ മുറിച്ച് കടന്നു പോകും. രീഹ് കപ്പലിനെ അങ്ങോട്ട് മുറിക്കില്ല. അങ്ങനെ മുറിക്കാത്ത കപ്പൽ വലിയ കപ്പലായിരിക്കും എന്നർത്ഥം. അതാണ് ആ പറഞ്ഞതിന് താല്പര്യം. അപ്പം മത്തർ പറഞ്ഞു, മത്തറുൽ വറാഖുൽ ബസരി മഷൂറും ഫി താബീനാണ്. അദ്ദേഹം പറയുകയാണ് റുക്കൂബിൽ ബഹരി ബഅസൻ, ബഹറിൽ യാത്ര ചെയ്തിട്ട് ഇങ്ങനെ കച്ചവടത്തിനും ആവശ്യത്തിനൊക്കെ പോകുന്നതിന് തിരക്കേടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു യഖൂലു മാ ദക്കറഹുല്ലാഹു തആല ഫിൽ ഖുർആനി ഇല്ലാ ബിഹഖിൻ. ഒരു അവകാശവും ആവശ്യമുള്ളത് കൊണ്ടാണല്ലോ അല്ലാഹു തആല അങ്ങനെ പോകാം എന്ന് പറയുന്നത്. ഒരു ദൗതവും കൊതലിന്നൊക്കെ പറഞ്ഞല്ലോ, അതുകൊണ്ട് അത് ഹലാൽ തന്നെയാണ്, കുഴപ്പമില്ല എന്ന്. 2063 ഹദീസ്. وقال الليث حدثني جعفر بن ربيع عن عبد الرحمن بن هرمز عن أبي هريرة رضي الله عنه عن رسول الله صلى الله عليه وسلم أنه ذكر رجلا من بني إسرائيل خرج إلى البحر. ബനി ഇസ്രായേലിൻ്റെ ഒരു മനുഷ്യനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പഴയ കഥ പറഞ്ഞു. അദ്ദേഹം ബഹറിലേക്ക് പുറപ്പെട്ടു. എന്നിട്ട് ഫഖല്ലാ ഹാജത്തുഹു, അദ്ദേഹത്തിൻ്റെ ഹാജത്തിനെ വീട്ടി എന്നാണ്. ഇതൊരു സുദീർഘമായ ഒരു ഹദീസാണ്. വേറെ സ്ഥലത്ത് അത് വരുന്നുണ്ട്. അത് പിന്നെ ആ ഹദീസ് അത് കേട്ടാണെന്നാൽ അടുത്ത് വരുന്ന വേറെ വലിയ നീണ്ടൊരു ഹദീസാണത്. ആ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയാണ്. കാല അബു അബ്ദില്ല 2291 ഹദീസ്. കാല അബു അബ്ദില്ല وقال الليث حدثني جعفر بن ربيع عن عبد الرحمن بن هرمز عن أبي هريرة رضي الله عنه عن رسول الله صلى الله عليه وسلم أنه ذكر رجلا من بني إسرائيل. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനി ഇസ്രായേലിൽപ്പെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞു. അദ്ദേഹം സഅല ബഅള ബനി ഇസ്രായേൽ, ബനി ഇസ്രായേലിൽപ്പെട്ട ചില ആളോട് അദ്ദേഹം ചോദിച്ചു, അൻ യുസ്ലിഫഹു അൽഫ ദീനാരിൻ, 1000 റുപ്യ കടം കിട്ടണം, 1000 ദീനാർ കടം കിട്ടാൻ വേണ്ടി ഒരാളോട് ചോദിച്ചു. വഖാല, അപ്പം അദ്ദേഹം പറഞ്ഞു, ചോദിക്കപ്പെട്ട ആൾ പറഞ്ഞു, ഇത്തിനി ബി ശുഹദായി ഉഷ്ഹിദുഹും, ഞാൻ സാക്ഷി നിർത്താൻ പറ്റിയ സാക്ഷികളെ കൊണ്ടുവരും, ഞാൻ തരാമെന്ന് പറഞ്ഞു. 1000 ദീനാറല്ലേ? വഖാല, ചോദിച്ച ആൾ പറഞ്ഞു, കഫാ ബില്ലാഹി ഷഹീദാ, എനിക്ക് സാക്ഷികളൊന്നും കൊണ്ടുവരാൻ കഴിയില്ല, അല്ലാഹ് ഉണ്ടല്ലോ, ഓൻ സാക്ഷിയാക്കിയിട്ട് തരാൻ പറ്റുമെങ്കിൽ തന്നോട് ഇതാണ്. കാല, അപ്പം കടം കൊടുക്കുന്ന ആൾ പറഞ്ഞു, ഫഅ്തിനി ബിൽ കഫീലി, സാക്ഷിയിൽ നിന്ന് ആ കഫീല് ജാമ്യം നിൽക്കാൻ ഒരാളെ കൊണ്ടാകും. കാല, അപ്പം ഇയാൾ പറഞ്ഞു, കഫാ ബില്ലാഹി കഫീല, ഇയാൾ അല്ലാഹുവിൽ വലിയൊരു വിശ്വാസമുള്ള ആളാണെന്ന് മറ്റേയാൾക്ക് തോന്നി. അപ്പോൾ കാല, അദ്ദേഹം പറഞ്ഞു, കടം കൊടുക്കുന്ന ആൾ പറഞ്ഞു, സദഖത്ത, നിങ്ങൾ പറഞ്ഞു ശരിയാ, നിങ്ങളൊരു ഈശ്വര ദൈവവിശ്വാസിയാണ്, അതുകൊണ്ട് ഞാൻ തരാം. ഫദഫഅ ഇലൈഹി ഇലാ അജലിൻ മുസമ്മ, ഒരു നിശ്ചിത ഡേറ്റ് വെച്ചിട്ട് അദ്ദേഹത്തിന് 1000 ദീനാർ കൊടുത്തു. ആ ഡേറ്റിന് തിരിച്ചു തരണം എന്നാ. അങ്ങനെ ഫഖറജ ബിൽ ബഹരി ഫഖല്ലാ ഹാജത്തുഹു,
അങ്ങനെ അദ്ദേഹത്തിന് കടം കിട്ടിയ അയാളെ സംഗതിയൊക്കെ അതുകൊണ്ട് നടന്നു. പിന്നെ ഇത് തിരിച്ചു കൊടുക്കണമല്ലോ. അവധിയായപ്പോൾ സുമ്മൽ തമസ മർക്കബൻ യഖ്ദുമു അലൈഹിൽ അജലില്ലദി അജ്ജലഹു ഫലം യജിദു മർക്കബൻ. പിന്നെ മൂപ്പർക്ക് ഈ മനുഷ്യൻ്റെ അടുത്ത് പോകണമെങ്കിൽ കപ്പൽ വാഹനം വേണം, കടലിൽ കൂടെ പോകണം. കടലിൻ്റെ ഒരു ഭാഗത്തു നിന്നാണ് ഇപ്പോൾ അയാൾ തന്നത്. അതുകൊണ്ട് ഞാൻ തിരിച്ചു കൊടുക്കാൻ അതിനൊരു മർക്കബും തേടി മൂപ്പരിങ്ങനെ മെനക്കെട്ടു. ഈ അവധി പറഞ്ഞ ദിവസത്തിന് എത്തിക്കണമല്ലോ എന്നുള്ള നിലയ്ക്ക് മൂപ്പർക്കൊരു വാഹനം കിട്ടിയില്ല. അപ്പം മൂപ്പർ എന്ത് ചെയ്തു? മൂപ്പർ അള്ളാനെയാണല്ലോ കഫീലും ഷഹീദും ഒക്കെ ആക്കിയത്. ഫഅഖദ ഖശബത്തൻ, ഒരു മരത്തിൻ്റെ കഷ്ണം എടുത്തിട്ട് ഫനഖറഹ, അതിനെങ്ങനെ തുളച്ചു. ഫഅദ്ഖല ഫിഹാ 30 ദീനാരിൻ, അതിൽ 1000 ദീനാറും വെച്ചു. സഹീഫത്തൻ മിൻഹു ഇലാ സ്വാഹിബിഹി, അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്തും ഇലാ സ്വാഹിബി, ആ കിട്ടേണ്ട ആൾക്കുള്ള ഒരു എഴുത്തും അതിൽ വെച്ചു. എന്നിട്ട് സുമ്മ റജ്ജഹ മൗദിയഹ സജ്ജജ മൗദിയഹ, അസല നല്ലവണ്ണം അടച്ച് പശൊക്കെ തേച്ച് ഒട്ടിച്ച് വെള്ളം കിടക്കാതൊക്കെ ആക്കി. സുമ്മ ഉത്തിയ ബിഹ ഇലൽ ബഹരി, എന്നിട്ട് ആ പരക്കശമായിട്ട് മുമ്പിൽ ബഹറിലേക്ക് ചെന്നു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക തഅലമു അന്നീ കുൻതു തസല്ലബ്തു ഫുലാനൻ അൽഫ ദീനാരിൻ ഫസഅലനി കഫീലൻ ഫഖുൽതു കഫാ ബില്ലാഹി കഫീല ഫറദിയ ബിഹി വസഅലനി ഷഹീദൻ ഫഖുൽതു കഫാ ബില്ലാഹി ഷഹീദ ഫറദിയ ബിക. അല്ലാഹുവേ, നിനക്കറിയാലോ, ഞാൻ ഇന്ന ഒരാളോട് 1000 ദീനാറ് ചോദിച്ചു, കടം ചോദിച്ചു. അപ്പം അദ്ദേഹം കഫീൽ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കഫാ ബില്ലാഹി കഫീല, നിന്നെ ഞാൻ പറഞ്ഞു. ഫറദിയ ബിക, നിന്നെ കൊണ്ട് അദ്ദേഹം തൃപ്തിപ്പെട്ടു. പിന്നെ അയാൾ ചോദിച്ചു വസാലിനി ഷഹീദൻ ഫഖുൽതു കഫാ ബില്ലാഹി ഷഹീദ എന്ന് പറഞ്ഞു. ഫറദിയ ബിഹി. വ ഇന്നി ജഹത്തു അൻ അജിദ മർക്കബൻ അബ്അതു ഇലൈഹി അല്ലദീ ലഹു ഫലം അഖ്ദിർ. നിനക്കറിയാലോ, ഞാൻ അങ്ങോട്ട് അദ്ദേഹത്തിന് ഇത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി, കടം വീട്ടാൻ വേണ്ടി ഒരു വാഹനവും തേടി നടക്കുകയാണ്. വളരെ ശ്രമിച്ചു നോക്കി, പക്ഷെ ഫലം അഖ്ദിർ, എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഇതാ ഇന്നി അസ്തൗദിഉകഹ, ഇതിനെ നിന്നെ ഞാൻ വദിയത്താക്കുകയാണ്, സൂക്ഷിക്കാൻ ഏൽപ്പിക്കുകയാണ്. പരമാഭിഹ, അത് അവിടെ എത്തിച്ചു കൊടുക്കണം പഠിച്ചവനെ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ കൊടുത്ത് കടലിലേക്ക് ആ പലക്കഷ്ണം. അങ്ങനെ ഹത്താ വലജത്ത് ബിഹി, അത് കടലിൽ അങ്ങനെ കടന്നുപോയി. പിന്നെന്തായത് ഇവിടെ അറിയുന്നില്ല. തുമ്മൻ സർഫ, അയാൾ അത് എറിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഓ പി ദാലിക ഇൽതമിസു മർക്കബൻ യഖ്റുജു ഇലാ ബലദിഹി. അപ്പം മറ്റേ ആള് സമയമായിട്ട് മറ്റോനെ കാണാഞ്ഞിട്ട് കടലിൽ കൊണ്ട് വന്ന് അയാളത്തേക്ക് തെരഞ്ഞു വരാൻ വേണ്ടിയിട്ട് പൈസ വാങ്ങാൻ. ഫഖറജ റജുലുല്ലദീ കാന അസ്ലഫഹു യൻദുറു ലഅല്ല മർക്കബൻ ഖദ് ജാഅ ബിമാലിഹി. അങ്ങനെ കടലിൻ്റെ കരയിൽ പോയി ഇങ്ങനെ കാത്തിക്കുക അയാൾ, മറ്റോ പൈസയും കൊണ്ട് ഇങ്ങനെ ഏതെങ്കിലും വാഹനത്തിൽ വരുമല്ലോ എന്നുള്ള എനിക്ക്. അങ്ങനെ വാറൊന്നും കാണുന്നില്ല. പക്ഷേ ഫൈദാബിൽ ഹഷബത്തില്ലതി ഫീഹൽ മാലു, അപ്പം നേരത്തെ നിരട്ട് അയച്ച കഷ്ണമുണ്ടല്ലോ, മരക്കഷ്ണം, അതുണ്ട് അവിടെ. അതയാൾ എടുത്തു. ഹക്കബൻ, അത് വിറകാക്കാൻ വിചാരിച്ചിട്ടാണ് അദ്ദേഹം എടുത്തത്. അങ്ങനെ കടലിൽ കൂടെ ഒഴുകി വരികയാണ്. പലമ്മ നഷറ, അങ്ങനെ പുരയെ കൊണ്ടുപോയി അതിനെ കീറി. നഷറ വെച്ചാൽ ഈർന്ന് മുറിച്ചു. വജദൽ മാല വസ്സഹീഫ, അപ്പം അതിന് മുതലുമുണ്ട്, ആ കത്തും ഉണ്ട്. ഉമ്മ കദിമല്ലദീ കാന അസ്ലഫഹു ഫഅതാബിൽ മാലി അൽഫി ദീനാർ. പിന്നെ നമ്മളെ മറ്റേ കടം വാങ്ങി ആക്ക് കുറെ കഴിഞ്ഞപ്പോൾ ഒരു കപ്പൽ കിട്ടി. കപ്പൽ കിട്ടിയപ്പോൾ മൂപ്പരെന്താക്കി അൽഫി ദീനാർ. ഇതിപ്പോൾ കിട്ടിയോല്ലേന്ന് അറിയില്ലല്ലോ, 1000 മൂപ്പര് കൊടുക്കാനുള്ള ഉണ്ടല്ലോ, അതും കീശയിട്ടിട്ടാണ് മൂപ്പര് രണ്ടാമത് വന്നത്, സമയമൊക്കെ തെറ്റിയണമെങ്കിലും. വഖാല, അങ്ങനെ ഇയാൾക്ക് എന്താക്കി പൈസ കൊടുക്കുക. വഖാല, അപ്പം അദ്ദേഹം പറഞ്ഞു, കടം കൊടുത്ത ആൾ പറഞ്ഞു, വല്ലാഹി മാസിൽതു ജാഹിദൻ ഫീ തലബി മർക്കബിന്റെ ആദ്യയിൽ അല്ല, ഇയാൾ തന്നെ പറഞ്ഞത്, കടം വാങ്ങിയ ആൾ പറയാണ്, പിന്നെ ഞാൻ വളരെ ശ്രമിച്ചു, നിങ്ങൾ ആ ഡേറ്റിന് ഇവിടെ വരാൻ, നിങ്ങളോട് ഞാൻ വാങ്ങിയ പൈസയുമായി തരാതെ ഒരു വാഹനവും തേടിക്കൊണ്ട് ഞാനിങ്ങനെ ഇരുന്നു. ഫമാ വജത്തു മർക്കബൻ കബലല്ലതി അത്തയ്ത്തു ഫീഹി, ഞാനിപ്പോൾ ഈ വന്ന വാഹനം കിട്ടിയതായതിനു മുമ്പ് എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് അവധി തെറ്റിപ്പോയതാണ്, ക്ഷമിക്കണം എന്ന് എനിക്ക് സമർപ്പിക്കുകയാണ് മുമ്പ്. കാല, അപ്പം കടം കൊടുത്ത ആൾ ചോദിച്ചു, അൽ കുന്ത ബഅസ്തഇലയ്യ ബിശൈഇൻ, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വല്ലതും നേരത്തെ അയച്ചിരുന്നോ എന്ന് ചോദിച്ചു. കാല,
ഉഖ്ബിറുക അന്നീ ലം അജിദ് മർക്കബൻ ഖബലല്ലദീ ജിഇതു ബിഹി. നിങ്ങളോട് ഞാൻ പറയട്ടെ, ഇന്ന് ഞാൻ വന്ന ഈ വാഹനത്തിന് മുമ്പ് എനിക്കൊരു വാഹനം കിട്ടിയില്ല. ഖാല ഫഇന്നല്ലാഹ ഖദ് അദ്ദാ അൻക. അത് കിട്ടാത്തത് കൊണ്ട് ഞാൻ എന്താക്കിയിട്ടില്ല, വന്നിട്ടില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു ഫഇന്നല്ലാഹ ഖദ് അദ്ദാ അൻകല്ലദീ ബഅസ ഫിൽ ഖശ്ബ. നിങ്ങൾ ആ മരത്തിന്റെ കഷ്ണത്തിൽ അയച്ച ആ സാധനം എനിക്ക് അല്ലാഹു തആല വീട്ടിൽ തന്നിരിക്കുന്നു എന്ന്. ഫൻസരിഫ് ബിൽ അൽഫി ദീനാരി റാഷിദ. അതുകൊണ്ട് നിങ്ങളിപ്പം കൊണ്ടുവന്ന പൈസ ഉണ്ടല്ലോ, അതുമായിട്ട് നിങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി തിരിച്ചു പോയിക്കോളി. നോക്കണം നിങ്ങൾ. അപ്പോൾ ഹക്കുകൾ വീട്ടാൻ ഹക്കുകളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ കഫീലാക്കി ചെയ്ത കച്ചവടമാണ് അള്ളാഹു തആല നിറവേറ്റുന്നുള്ളതൊരു കാര്യം. നമ്മളവിടെ ബാബുവിൻ്റെ വിഷയത്തിൽ കപ്പലിൽ യാത്ര ചെയ്തു കടം കൊടുക്കാനും കടം വാങ്ങാനും കടം വീട്ടാനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തു എന്നുള്ളത്, അതുപോലെ തന്നെ കച്ചവടത്തിനൊക്കെ എന്താക്കാം, യാത്ര ചെയ്യാമെന്നുള്ളതാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. അർഹമുർ-റഹീമായ തമ്പുരാൻ ഹലാലിനെ ഭക്ഷിക്കുന്ന ഒരു കൂട്ടത്തിൽ നമ്മളൊക്കെ പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.